ഏലമോ, നീ ഉറങ്ങിയില്ലേ ഇതുവരെ? എന്റെ കർത്താവേ, ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ലേറ്റായിട്ടാന്നല്ലോ വരവ്. അത് പിന്നെ വഴിയിൽ വെച്ച് വണ്ടി കേടായി അല്ലടാ വാങ്ങിച്ച? അതെ, അത് 3 പ്രാവശ്യം. 3 പ്രാവശ്യം. അത് കൊള്ളാവല്ലോ. ദിവസവും വഴി വെച്ച് 3-4 പ്രാവശ്യം കേടാവുന്ന വണ്ടിയാണെങ്കിൽ ഇതങ്ങ് വിറ്റുകളയാച്ചായ. വിൽക്കാൻ ആളെ നോക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും കിട്ടണ്ടേ ഏട്ടത്തി? അതെ. ഏലമോ, എടീ ഭാര്യയെ, ഞങ്ങൾ ക്ലബിൽ നിന്നും നല്ലതുപോലെ ആഹാരം കഴിച്ചു. നല്ല ചിക്കൻ ഫ്രൈ, മട്ടൻ കുറുമ, പിന്നെ ഉഗ്ര ബീഫ് ഒലത്തിയതും. അതെല്ലാരുടെയും മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും എടുത്താൽ മതി. 10 ചപ്പാത്തിയും കുറച്ച് കോഴിക്കറിയും. ഓ, ഈയിടെയായിട്ട് ആഹാരത്തിനോട് തീരെ താല്പര്യമില്ല. എന്റെ കർത്താവ്, ഇതൊക്കെ എങ്ങോട്ടാ ഇറങ്ങി പോകും? അവന്റെ തടി കണ്ടില്ലേടാ? വല്ലതും പറഞ്ഞു? ഏയ്, പറയാൻ പോവായിരുന്നു. നമ്മുടെ ജെയിംസ് ഇവിടെ വന്നിരുന്നു. അവന്റെ അപ്പനെ പരിചയമില്ലാത്ത ആരാണ്ട് വന്ന് പിടിച്ചോണ്ട് പോയെന്ന്. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. ആ 8 വീട്ടുകാരുടെ ആൾക്കാരായിരിക്കും. ഇനിയും മതിയാക്കിട്ടില്ലല്ലേ? ചെല്ലേ, കണക്ക് തീർത്തിട്ട് വാ. ആവശ്യത്തിൽ കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും നഷ്ടങ്ങൾ കാണാനുള്ള കരുത്ത് എനിക്കില്ല ചായ. ഹലോ.